നമസ്കാരം. ലാലേട്ടന്, മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാലിന് ദാദാ ഫാൽക്കെ സാഹിബ് അവാർഡ് കിട്ടി. വളരെ സന്തോഷം. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ലാലേട്ടന് അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി. കോൺട്രവേഴ്സി ഉണ്ടാക്കാനൊന്നുമല്ല ഇത്. 1969 ഇൻട്രൊഡ്യൂസ് ചെയ്ത ദാദാ ഫാൽക്കെ സാഹിബ് അവാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ സിനിമയ്ക്ക് വേണ്ടി, അതിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് 2004 അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ആണ് ഇതിക്ക് മുന്നേ കിട്ടിയേക്കണത്. ഇപ്പോൾ മോഹൻലാലിന്. ഒരു ചോദ്യം, ലാലേട്ടൻ ശരിക്കും നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ, മിഥുൻ ചക്രവർത്തി ആയാലും അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ്. ഒരു മലയാള സിനിമയെ കുറേയധികം മലയാള സിനിമയെ, ആർട്ട്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എങ്കിൽ പോലും ആർട്ട് വിവാദപ്പെട്ട കുറേ മലയാള സിനിമകളെ സംഭാവന ചെയ്ത ഒരാളാണ്. സംവിധാനം ചെയ്ത് സമ്മാനം ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹവും പണം വാങ്ങി തന്നെ ആയിരിക്കാം ചെയ്തത്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റേതായ കുറേ സിനിമകളുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി കോടികൾ വാങ്ങി സിനിമയിൽ അഭിനയിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ എന്ത് സംഭാവനയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്? കാരണം എനിക്കറിയാവുന്നത് വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ ഇന്ന് ഒരു OTT ചാനലുകളും മലയാള സിനിമ എടുക്കുന്നില്ല. നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആമസോൺ പ്രൈം, ഇതിങ്ങനെയുള്ള ഒരു ചാനലുകളും എടുക്കുന്നില്ല, ഇൻ്റർനാഷണൽ ചാനലുകൾസ് ഒന്നും. അതിൻ്റെ ഏറ്റവും വലിയ കാരണമായി ഞാൻ കാണുന്നതും, അല്ലെങ്കിൽ അവർ പറയുന്നത്, ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം ഒരു പരിധിവരെ USA നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഓഫീസുകളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, ഡൽഹിയിലായാലും. അപ്പോൾ നമ്മളുടെ മലയാള സിനിമയ്ക്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മലയാള സിനിമയിലുള്ള ആരോട് ചോദിച്ചാലും എല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം വലൈക്കോട്ട ബാലിബൻ എന്ന് പറയുന്ന ഒരു പടം, അതായത് ഓവർ മാർക്കറ്റിങ്ങും മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്ത് സിനിമയെ നശിപ്പിച്ച്, സിനിമയെ കൂടുതലാക്കി കാണിച്ച് അതിനെ വിറ്റ് 55 കോടി ഏതാണ്ടാണ് എനിക്ക് കിട്ടിയ അറിവ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. മലൈക്കോട്ട ബാലിബന് വാങ്ങിയത് OTTയിൽ നിന്നും. പക്ഷേ അത് തിരിച്ചു കുറച്ച് കൊടുക്കേണ്ടി വന്നു. അവർക്ക് ഭീകരമായ നഷ്ടം വന്നു. അതേ തുടർന്നാണ് അവർ OTT പ്ലാറ്റ്ഫോമുകളിൽ പടമെടുക്കുന്ന പരിപാടി നിർത്തിയത്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് അതുകൊണ്ട് ഇന്ന് മലയാള സിനിമയിലെ പലർക്കും, ഇപ്പം പല OTT പ്ലാറ്റ്ഫോമുകളും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിസ്സാര തുകയ്ക്ക് 10 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, ഇതിനൊക്കെയാണ് മലയാള സിനിമ OTT വാങ്ങുന്നത്. വേറാസ് ഇതൊക്കെ 1.5 കോടി, 2 കോടി, 3 കോടിക്കൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന സിനിമകളാണ് ഇന്ന് 10 ലക്ഷത്തിനും 5 ലക്ഷത്തിനുമൊക്കെ മലയാളത്തിൽ മാത്രമായുള്ള ചില നാമമാത്രമായ OTT പ്ലാറ്റ്ഫോമുകൾക്ക് വിറ്റുപോകുന്നത് പടം. കാരണം പ്രൊഡ്യൂസർക്ക് അവസാനം അതെങ്കിലും കിട്ടിയാലായി എന്നുള്ളൊരവസ്ഥയായി. ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും തന്നെയാണ്. ഞാനിത് വിളിച്ചു പറയുമ്പോൾ എനിക്കറിയാം, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും. തെളിഞ്ഞും മറിഞ്ഞും എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഞാനും 2 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഇനി മലയാള സിനിമയിൽ നിന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് പേര് ലാലേട്ടൻ അങ്ങനെ, ലാലേട്ടൻ ഇങ്ങനെ സംഭാവന ചെയ്തു, ലാലേട്ടൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മലയാള സിനിമയിൽ നിന്നുള്ള പല പ്രമുഖന്മാർ വരുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്കൊക്കെ പേടിയാണ് അദ്ദേഹത്തെ. കാരണം ആ പവർ നെക്സസിനെ നിങ്ങൾക്ക് പേടിയാണ്. അവരെ സൂചിപ്പിച്ച് നിർത്തിയാലേ നിങ്ങളുടെ കാര്യം നടക്കൂ. പക്ഷേ മലയാള സിനിമയിൽ ഇനി കാലെടുത്ത് വെച്ചില്ല എങ്കിൽ പോലും ഞാൻ തുടർന്ന് ചങ്ക് വിരിച്ചു എന്ന് പറയും, ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാൽ എന്ന ബിസിനസ് കൂട്ടുകെട്ടാണ് മലയാള സിനിമയെ നശിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചേക്കുന്നത്. ഒരു തരത്തിലും മലയാള സിനിമ രക്ഷപ്പെടാനാവാത്ത രീതിയിലുള്ള കുരുക്കിൽപ്പെട്ടുപോയത്. ആയിരക്കണക്കിന് 10,000കണക്കിന് പ്രൊഡ്യൂസേഴ്സിനെ നാശത്തിൻ്റെ കുഴിയിലേക്ക്, നിങ്ങളുടെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്വന്തം പണസമ്പാദനത്തിന് വേണ്ടി നിങ്ങൾ യാതൊരു മൂല്യവുമില്ലാതെ നിങ്ങളത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞത്. മോഹൻലാൽ എന്ന നടൻ പെർഫെക്റ്റ് മനുഷ്യനാണ്. അത്രയും എന്ന നടൻ, അദ്ദേഹത്തിൻ്റെ നടനത്തിന് ഞാൻ ഹാറ്റ്സ് ഓഫ് കൊടുക്കുന്നു. അതിന് പകരം വെക്കാൻ മറ്റൊരു നടൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അല്ലെങ്കിൽ മമ്മൂക്കായൊക്കെ, അദ്ദേഹം, നമ്മളൊക്കെ. പക്ഷേ വ്യക്തിപരമായി, ബിസിനസ് പരമായി മോഹൻലാൽ എന്ന മനുഷ്യൻ കാട്ടിക്കൂട്ടിയ, ആൻ്റണി പെരുമ്പാവൂരിനോടൊപ്പം ചേർന്ന് കാട്ടിക്കൂട്ടിയ ഈ മലയാള സിനിമയ്ക്ക് നൽകിയ ഈ ദ്രോഹം എന്ന് പറയുന്നത് ഒരുപാട് നാടുകളെടുത്ത് മാത്രം മാറുന്നതാണ്. ഒരുപാട് പേരുടെ കടക്കണിയിൽ അവരുടെ ജീവിതം തുലയ്ക്കാനായിട്ട് നിങ്ങളുടെ ഈ അനാവശ്യമായ മാർക്കറ്റിങ്ങും, ഇന്ന് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ശാപമാണ് അനാവശ്യ മാർക്കറ്റിങ്. കാരണം നിങ്ങൾക്കറിയാം, എമ്പുരാൻ പോലുള്ള പടങ്ങളൊക്കെ ഒരു ടെക്നീഷ്യൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക്
ടെക്നിക്കൽ നോളജ് ഉണ്ട് എന്നതിൻ്റെ അപ്പുറത്തേക്ക് പൃഥ്വിരാജിന് ഒരു മാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പടത്തെ പൃഥ്വിരാജിൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അത് എല്ലാവരും പറഞ്ഞു ഭയങ്കര സംഭവമാണ്, മാങ്ങാത്തൊലിയാണെന്നൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം അതൊക്കെ ഓവർ മാർക്കറ്റിങ്ങിലൂടെ വന്ന് ചുമ്മാ ജനങ്ങളെ, വീട്ടിലിരിക്കുന്ന ജനങ്ങളെ തിയേറ്ററിൽ എത്തിക്കാനുള്ള സർവ്വ മാർക്കറ്റിംഗ് പരിപാടികളും യൂട്യൂബിലും കുറേ വ്ളോഗേഴ്സിനെയും വിലക്കെടുത്ത് ചെയ്യിച്ച് നമുക്കറിയാം. അപ്പം ഈ വ്യവസ്ഥിതിക്ക് മാറ്റം ഉണ്ടായേ പറ്റൂ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വന്നപ്പോൾ ഇനിയെങ്കിലും ലാലേട്ടൻ ചിന്തിക്കുക, നിങ്ങളെ രാജ്യം കാണുന്നത് എങ്ങനെയാണെന്ന്, നിങ്ങളുടെ നടനെ രാജ്യം കാണുന്നത് എങ്ങനെയാണെന്ന്. നിങ്ങളുടെ വ്യക്തി, ബിസിനസ്സുകാരൻ, ബിസിനസ്സിൽ ബന്ധങ്ങളില്ല, മൂല്യങ്ങളില്ല എന്നൊക്കെയുള്ളത് ചുമ്മാതാണ്. അതൊക്കെ ഉണ്ടാവണം ലാലേട്ട. നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങളെ ഹീറോ ആയി കാണുകയും നിങ്ങളെയും മമ്മൂട്ടിയെയും ഒക്കെ സ്വന്തം അച്ഛനോടൊപ്പം ഹീറോ ആയി കാണുക. എല്ലാവരുടെയും ഹീറോ എന്ന് പറയുന്നത് സ്വന്തം അച്ഛനാണ്. പക്ഷേ മലയാളികൾക്ക് അങ്ങനെ വരുമ്പോൾ 3 പേരാണ് ആ സ്ഥാനത്ത്. മമ്മൂട്ടി, മോഹൻലാൽ, സ്വന്തം അച്ഛൻ കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലും ഉണ്ട്. അങ്ങനെ 3 പേരെ ഹീറോ ആക്കി കണ്ട് വളർന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇമാതിരി ഈ മലയാള സിനിമയ്ക്ക് നിങ്ങൾ ചെയ്ത ദ്രോഹത്തെ നിങ്ങളായി തന്നെ തിരുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് വമ്പൻ ആൾക്കാരോട്, വലിയ സംവിധായകരോടൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മലയാള സിനിമേനെ ഇത്ര വളർത്തിയത് മോഹൻലാലൊക്കെ അല്ലേ, അപ്പം നശിപ്പിക്കാനും അപ്പോൾ അവരോട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ട്. ബ്രോ അല്ല ലാലേട്ടാ, ആൻ്റണി പെരുമ്പാവൂരെ, മമ്മൂക്ക, നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം. മലയാള സിനിമയ്ക്ക് നിങ്ങളെപ്പോലുള്ള വമ്പൻ സ്രാവുകൾക്ക് മാത്രം അഴിഞ്ഞാടാൻ പറ്റുന്നുള്ളൂ. ഒരുപാട് പേരെ നശിപ്പിച്ച് മലയാള സിനിമയെ കൂപ്പുകുത്തിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ ഈ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകട്ടെ. അർഹമായ മലയാള സിനിമകൾ മലയാള സിനിമാ ലോകത്ത് വളർന്നു വരട്ടെ. മാർക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളും തള്ളും ഇതുമായി ഇനിയൊന്നും വളർന്നു വരാതിരിക്കട്ടെ. നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ശരിയാണ്. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഉൾപ്പെടെ നിങ്ങൾ അഭിനയിച്ച മലൈക്കോട്ട, വാലിബൻ, ഒടിയൻ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. പിന്നെ തന്നെ ഇളയപ്പൻ്റെ വാഴ, അങ്ങനത്തെ ഒരു ബാഴത്തണ്ട് പോലെ ഇളയപ്പൻ ഒടിഞ്ഞു കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മരക്കാർ. നിങ്ങൾ കോടികളുണ്ടാക്കി. നിങ്ങൾ ആരണി പെരുമ്പാവൂരുടെ OTT പ്ലാറ്റ്ഫോമുകാർ മലയാള സിനിമയെ വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ കാരണം മിസ്റ്റർ മോഹൻലാൽ നിങ്ങളാണ്. ലാലേട്ട എന്ന് വിളിച്ചത് ആക്കൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചതിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങളോട് തുറന്നു പറയാൻ, എല്ലാവരുടെയും മനസ്സിലുള്ള ഈ കാര്യം തുറന്നു പറയാൻ മലയാള സിനിമയിൽ നിന്ന് ഒരാളും ധൈര്യപ്പെടില്ല. കാരണം നിങ്ങളവർക്ക് ദ്രോഹമുണ്ടാക്കും, ആൻ്റണി പെരുമ്പാവൂർ ദ്രോഹമുണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഇനി ഇതേ തുടർന്ന് മലയാള സിനിമയിൽ നിന്ന് എനിക്ക് ഏതൊക്കെ തരത്തിലുള്ള ദ്രോഹങ്ങളുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് ഐ ഡോണ്ട് കെയർ, ഐ സിംപ്ലി ഡോണ്ട് കെയർ. അത് ദയവായി ഇതിനെ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. താങ്ക് യു സോ മച്ച്.